300 കോടി രൂപ കണ്ടില്ല, 100 കോടി കാണാനില്ല എന്നൊക്കെ പത്രത്തിൽ വാർത്ത കൊടുത്തു. ഇതിലെന്തിയാ 100 കോടി രൂപ? ആരാ 100 കോടി രൂപയുടെ പോയി? ഇതിലത് ഞാൻ പണ്ടും പറയുന്നുണ്ട്, യജമാനൻ എന്ന് പറയുന്ന യാത്രക്കാരാണ്. ആ യജമാനായ യാത്രക്കാർക്ക് KSRTC ജീവനക്കാരെ പറ്റി നല്ല അഭിപ്രായമുണ്ട്. ചില പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവില്ല, എല്ലാവരും ഒരേ ആൾക്കാരല്ലല്ലോ. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ജീവനക്കാരുടെയും പെരുമാറ്റത്തിൽ, ഇടപാടുകളിൽ, KSRTCയുടെ ഡിജിറ്റലൈസേഷനിലൂടെ വന്ന മാറ്റങ്ങൾ, ചില്ലറ കൊടുക്കാതെ ഉള്ള പ്രശ്നങ്ങൾ ഒഴിവായി കാർഡ് ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെ വന്ന വലിയ മാറ്റം, ഏതാണ്ട് കൃത്യമായി ട്രാഫിക്കിന്റെ ഒരു പ്രശ്നം ഒഴിച്ചാൽ വണ്ടികൾ കൃത്യമായി വരികയും ക്യാൻസലേഷൻ ഒഴിവാകുകയും വണ്ടികൾ കൃത്യമായി എത്തുകയൊക്കെ ചെയ്യുന്നതിന്റെ ഒരു സംതൃപ്തി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. KSRTC 13 കോടി 2 ലക്ഷം രൂപ കളക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെയാണ് കേരളത്തിലെ ജനങ്ങൾ അതിനെ സ്വീകരിക്കുന്നത്. മാധ്യമങ്ങൾ സ്നേഹത്തോടെയാണ് അതിനെ സമീപിക്കുന്നത്. പക്ഷേ അപ്പോഴും കൊതുകിനെ കൗതുകം ചോര തന്നെ എന്ന് പറഞ്ഞ ചില ആളുകൾ ഇങ്ങനെ കുത്തുവർത്താൻ, അത് ഈ മരുമോൾ എന്ത് ചെയ്താലും അമ്മായിയമ്മ കുത്തുവർത്താനം പറയുമല്ലോ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ കുത്തുവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് 5 കൊല്ലം നിങ്ങളെയൊക്കെ അടിമയായി സൂക്ഷിച്ച്, ശമ്പളം തരാതെ, അടിമത്വം അടിച്ചേൽപ്പിച്ച്, ബലം പ്രയോഗിച്ച്, ശകാരിച്ച്, പണിഷ് ചെയ്ത് 300 കോടി രൂപ കണ്ടില്ല, 100 കോടി കാണാനില്ല എന്നൊക്കെ പത്രത്തിൽ വാർത്ത കൊടുത്തു. ഇതിലെന്തിയാ 100 കോടി രൂപ? ആരാ 100 കോടി രൂപയുടെ പോയി? KSRTC 100 കോടി കാണാനില്ല എന്ന് പത്രത്തിൽ കൊടുത്ത ആളുകൾ ഇപ്പോൾ പറയുന്നു ഇത് 17,000 കോടിയുടെ നഷ്ടത്തിലാണ്. ശരിയാണ്. ഈ സർക്കാർ, ഇന്നത്തെ ഗവർണറുടെ പ്രസംഗം നിങ്ങൾ നിയമസഭയിൽ കേട്ടിട്ടുണ്ട്. ഈ സർക്കാർ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ KSRTC നൽകിയിരിക്കുന്നത് 1,300 കോടി, ചരിത്രത്തിൽ ആരും നൽകിയിട്ടില്ല. 13,000 കോടി രൂപ. 13,000 കോടി രൂപയാണ് ഇടതുമുന്നണി സർക്കാർ, സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുമുന്നണി സർക്കാർ കഴിഞ്ഞ 8 വർഷം കൊണ്ട് KSRTCയുടെ നിലനിൽപ്പിന് വേണ്ടിയും KSRTC നിലനിർത്താനും വേണ്ടി കൊടുത്തത് കറക്റ്റായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഇത് മെച്ചപ്പെട്ടേ. ഇപ്പം കൃത്യമായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഇപ്പം എന്താ സ്ഥിതി? നമുക്ക് വേറൊരു അപകടമുണ്ട്. ഈ മാസം ശമ്പളം കൊടുക്കാൻ 20 കോടി വരാനുണ്ട്, കഴിഞ്ഞ മാസം പൈസ തരാനുണ്ട്. അത് തരാൻ വേണ്ടി കത്തെഴുതുമ്പോൾ ഷാജിയെ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ എവിടെന്നെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. തന്നുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് തന്നുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം കഴിഞ്ഞ 9 വർഷമായിട്ട് വേണം. അതിന് ധനകാര്യ വകുപ്പുള്ളവർക്ക് അറിഞ്ഞിടത്തുണ്ടല്ലോ, എല്ലാ മാസവും തരേണ്ടതാണ് ഈ 50 കോടി എന്ന് അറിഞ്ഞിടത്തുണ്ടല്ലോ. ഈ മാസം ചെന്നപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ, എവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടെന്നാൽ പുറത്ത് കളക്ഷൻ ഉണ്ട്. നമ്മുടെ കളക്ഷൻ വർദ്ധിച്ചു, ആളുകളുടെ യാത്രക്കാരുടെ എണ്ണം കൂടിയപ്പോൾ നമ്മുടെ നഷ്ടം കുറഞ്ഞു വരികയാണ്. ഇത് ഇന്നത്തെ നഷ്ടമാണോ? 10-60 കൊല്ലമായി കുമിഞ്ഞുകൂടിയ ഒരു നഷ്ടം. ആ നഷ്ടം ഒരു ദിവസം രാവിലെ ഗണേഷ് കുമാർ വിചാരിച്ചാലോ പ്രമോദ് ശങ്കർ വിചാരിച്ചാലോ ഒന്നും ശരിയാവില്ല. നഷ്ടം കുറച്ചുകൊണ്ട് വന്ന് കുറച്ച് ഇങ്ങനെ പ്രവർത്തന ലാഭത്തിൽ, ഇന്ന് അഭിമാനത്തോടെ പറയാം, ഇന്ത്യയിൽ പ്രവർത്തന ലാഭത്തിൽ ഓടുന്ന ഒരേ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC ആണ്. അതിൽ നിങ്ങൾ ഓരോരുത്തരും അഭിമാനം കൊള്ളണം. ഇത് വലിയ കഷ്ടപ്പാടിന്റെ റിസൾട്ടാണ്. ഈ ഓഫീസുകൾ കാണുന്ന ഡിജിറ്റൽ റൂമുകളും ഡിജിറ്റൽ കൺട്രോൾ റൂമും എല്ലാം കൊണ്ടുവന്ന് കേരളത്തിലെ ഡിജിറ്റലൈസേഷനിൽ നമ്പർ 1 ആയി ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചാണ്. ഇന്ത്യയിലെ മാത്രമല്ല, ഡിജിറ്റലൈസേഷനിൽ മറ്റ് സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനേക്കാൾ, കേരളത്തിലെ ഏത് ഡിപ്പാർട്ട്മെന്റിനേക്കാൾ ടോട്ടൽ ഡിജിറ്റലൈസേഷനിൽ മൂവ് ചെയ്ത ഒരേ ഒരു സ്ഥാപനം KSRTC ആണ്. ഇനി ആകെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറും BTC ഇത് രണ്ടും മാത്രമേ ഇനി സോഫ്റ്റ്വെയറിലേക്ക് മാറാനുള്ളൂ. ബാക്കിയെല്ലാം മാറി കഴിഞ്ഞു. നമ്മൾ തന്നെ വാങ്ങിയത്, നമ്മൾ തന്നെ ഉണ്ടാക്കിയത് നല്ല സോഫ്റ്റ്വെയറിലേക്കാണ് മാറുന്നത്. ഇപ്പൊ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ഒരു എഗ്രിമെന്റിൽ എത്തുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും കാലം ഇവിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉണ്ടായിരുന്നു, ഇവിടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ഭരണാധികാരി ഉണ്ടായിരുന്നു. കേരളം മുഴുവൻ പല വിലയ്ക്കാണ് ഡീസൽ വന്നിരുന്നത്. പുതിയ എഗ്രിമെന്റ് അനുസരിച്ച് KSRTCക്ക് 45 ദിവസത്തെ ക്രെഡിറ്റും, നിങ്ങൾ മനസ്സിലാക്കിയോ? ഗണേഷ് കുമാർ ചുമ്മാ ഇരുന്ന് അവിടെ ചൊറിയും കുത്തിയിരിക്കുന്നുണ്ട്. 45 ദിവസത്തെ ക്രെഡിറ്റും 173 കോടി രൂപ കൊടുക്കാനുള്ളത് 94 കോടി രൂപ അല്ലേ, 94 കോടി രൂപയായി വെട്ടിക്കുറച്ച് പലിശയും കൂട്ടുപലിശയും എഴുതി തള്ളി 3 രൂപ 10 പൈസ ഒരു ലിറ്ററിന് പുറത്ത് ഡീസലിന് വില കുറച്ച് KSRTC ലഭിക്കാൻ പോവുകയാണ് എന്ന് ജീവനക്കാർ മനസ്സിലാക്കണം. ചുമ്മാ ഇരുന്ന് എറിയൊന്നുമല്ല, പറഞ്ഞു വാങ്ങി. മാത്രമല്ല, KSRTC സ്വന്തമായ ആശുപത്രി തുടങ്ങാൻ 1 കോടി രൂപ അല്ലേ, അവര് 5 ഡയാലിസിസ് മെഷീൻ അടക്കം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നമുക്ക് CSR ഫണ്ട് തരികയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും നമുക്ക് CSR ഫണ്ട് തരണം. അതിലേക്ക് ഞാൻ വരിക. അതാണ് അവര് they will also give CSR fund for us to build up our hospital. ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് KSRTC ജീവനക്കാർക്ക് വേണ്ടി മാത്രമല്ല. നമുക്കറിയാം, മണക്കാട് തൊട്ട് നോക്കിയാൽ ഇങ്ങോട്ട് ഈ പ്രദേശമൊക്കെ കിഴക്കേക്കോട്ട ഈ ഭാഗത്തെല്ലാം ഒരുപാട് പാവപ്പെട്ടവർ താമസിക്കുന്നുണ്ട്. അതിലെ ഡയാലിസിസ് രോഗികൾക്ക് കോസ്റ്റ് പ്രൈസിൽ നമ്മൾ ഡയാലിസിസ് ചെയ്ത് കൊടുക്കും. നമുക്ക് ഡോക്ടറുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിംസ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു നെഫ്രോളജിസ്റ്റ് ആഴ്ചയിൽ 3 ദിവസം നമ്മുടെ ആശുപത്രിയിൽ വന്ന് അവിടെ വരുന്ന രോഗികളെ പരിശോധിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് സൗജന്യമായി ഡോക്ടറെ നൽകാം എന്ന് നിംസ് ഹോസ്പിറ്റലിൽ എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്.
ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? നിങ്ങൾ ആലോചിക്കും. നമുക്ക് സ്വന്തമായി ആശുപത്രി മരുന്ന് സ്ഥിരമായി വാങ്ങുന്നവരല്ലേ? എല്ലാ മരുന്നുകളും കിട്ടുന്ന ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങും. ഒരു 10-15% മാത്രമേ പ്രോഫിറ്റ് എടുക്കുള്ളൂ. 40%-50% മരുന്നിന് പ്രോഫിറ്റ് ഉണ്ട്. അത് വെട്ടിക്കുറച്ചുകൊണ്ട് ലാഭമില്ലാതെ തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു 10% അല്ലെങ്കിൽ 15% വെച്ച് മരുന്നിന് ഒരു മാർജിൻ ഫിക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മരുന്ന് വില കുറച്ച് നമ്മുടെ ഫാർമസിയിൽ നിന്ന് തരും.